ഡോക്ടർ, ഇപ്പോൾ ഇടിമിന്നലേറ്റുള്ള മരണങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്? ഇടിമിന്നൽ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകൃതി ദുരന്തമാണ്. നമ്മുടെ ഇന്ത്യ, കേരളം, ഇന്ത്യ പ്രത്യേകിച്ച് കേരള സംസ്ഥാനം എന്നീ സ്ഥലങ്ങൾ ഇടിമിന്നൽ ഏൽക്കാൻ വളരെ അധികം സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. കാരണം അതിന്റെ ഭൂപ്രകൃതി കാരണം, പിന്നെ ഈ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ. ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിന്റെ വെസ്റ്റ് സൈഡിൽ നമുക്ക് അറബിക്കടലാണ്. അതിന്റെ ഓപ്പോസിറ്റ് തമിഴ്നാടിന്റെ അപ്പുറത്ത് കിടക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഈ രണ്ട് ഏരിയകളിലും ഉണ്ടാകുന്ന ഈ ഈർപ്പമുള്ള ഈ ഈ വെയിൽ കാരണം ഈ ഈർപ്പം ഉണ്ടായിട്ട് അത് കാരണം ഈ ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഘങ്ങൾ ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളത്, സൗത്തേൺ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ടാണ് ഇടിമിന്നൽ അപകടങ്ങളും മരണങ്ങളും കുറച്ച് കൂടുതലായിട്ട് ഇപ്പോഴൊന്നുമല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹൈലി ലൈറ്റ്നിങ് പ്രോൺ ഏരിയ ആണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് മരണങ്ങളും ഇപ്പൊ മരണങ്ങളും കൂടി കാണുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇടിമിന്നൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഇടിമിന്നൽ ഉണ്ടാകുന്നത് മഴക്കാറിന്റെ കൂടെ ഈ മേഘങ്ങളുള്ള സമയത്താണ്. അപ്പോൾ നമുക്ക് ഈ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ തുറസായ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് മാറി ആ, കുറച്ച് അടച്ചുള്ള സ്ഥലത്തേക്ക് മാറണം. അതായത് വീടിന്റെ അകത്തോ അല്ലെങ്കിൽ ഫുള്ളി അടഞ്ഞു കിടക്കുന്ന വാഹനത്തിന്റെ അകത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ മാറി നിൽക്കണം. അഥവാ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ മരത്തിന്റെ അടിയിലോ ഏഹ്, ഏഹ്, ഉയരമുള്ള പോസ്റ്റിന്റെ അടുത്തോ അവിടെ നിൽക്കരുത്. നമുക്ക് നിലത്ത് കിടന്നാലും നമുക്ക് ഇടിമിന്നലേക്കാം തുറസായ സ്ഥലത്താണെങ്കിൽ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് ഒരു ഹെഡ് താഴോട്ടാക്കിയിട്ട് ഒരു ഒരു എന്താ പറയുക, ബ്രേസിംഗ് പൊസിഷൻ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടിമിന്നലിന്റെ ഏൽക്കാനുള്ള സാധ്യത കുറയും. നമ്മൾ തുറസായ സ്ഥലത്താണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അഥവാ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ ബുക്സിലൊക്കെ പറയുന്നത് വെച്ചാൽ 30:30:30 റൂൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് ഇടിമിന്നലിന്റെ ഇടിമിന്നൽ ഉണ്ടായി അതിന്റെ ഇടിയുടെ സൗണ്ട്, ശബ്ദം വരുന്നതിന്റെ ഇടിയുടെ വെളിച്ചവും ആ ശബ്ദം വരുന്ന സമയം തമ്മിലുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ മിന്നൽ ഉണ്ടായിട്ട് ഒരു 30 സെക്കൻഡ് ഉള്ളിലാണ് ആ ഇടിയുടെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ആ മിന്നൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 6 മൈലിന്റെ അടുത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അപകടം കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ മിന്നൽ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അഥവാ നമ്മൾ 30 സെക്കൻഡിൽ കൂടുതലാണ് ആ സമയമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സേഫാണ്. അതായത് മിന്നൽ കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരുവിധം ഇടിമിന്നൽ കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, എല്ലാ മാസങ്ങളിലും ഈ ഇടിമിന്നൽ ഉണ്ടാകില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഏതെല്ലാം മാസങ്ങളാണ് ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇടിമിന്നല് സാധാരണ നമ്മുടെ കേരള സംസ്ഥാനത്തിലും ഇന്ത്യയിലും സാധാരണയായിട്ട് ഉണ്ടാകുന്നത് പ്രീ മൺസൂൺ ഏരിയ, പ്രീ മൺസൂൺ മന്ത്, അതായത് ഈ ഏപ്രിൽ മെയ് മാസത്തിലും പിന്നെ ഈ കാലവർഷം കഴിഞ്ഞിട്ടുള്ള മാസങ്ങൾ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഈ സാധാരണ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ 4 മാസങ്ങളിലാണ്. അപ്പൊ ആ 4 മാസങ്ങളിൽ നമ്മൾ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ്.